ഹായ് ഹലോ. ചായ കുടിയോടുകൂടി തന്നെ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് കലാപരിപാടികൾ ആരംഭിച്ചാലോ? കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ മോദകവും ബോണ്ടയും ഏത്തയ്ക്കാപ്പവും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഹായ് ഫ്രണ്ട്സ്, നമുക്കേ ഇന്ന് ഡിന്നർ പ്രിപ്പറേഷൻ ചെയ്താലോ? അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീനിയുണ്ട്, ചീനി നന്നാക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ചാറ് കറിയും കൂടെ വെക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കറണ്ട് വീണ്ടും പോയി. എന്ത് ചെയ്യാം? ഞാൻ എപ്പോ വീഡിയോ എടുക്കാൻ വരുന്നോ അന്നേരം എല്ലാം കറണ്ട് പോകും. ശരിയാണ്. വന്ന് അപ്പോഴേ നമ്മുടെ കൊഞ്ച് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി അരപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. സവാള, തക്കാളി, പച്ചമുളക് എന്നീ വക സാധനങ്ങൾ എടുക്കുക. ഞാൻ ചുമ്മാ എന്റേതായ രീതി റോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ രീതി ചെയ്യുമ്പോഴല്ലേ അത് വെറൈറ്റി ആകുന്നത്. എന്താ സവാളയുടെ തൊലി ചുരണ്ടി എടുക്കേണ്ട അവസ്ഥയായല്ലോ. കിഴങ്ങൊക്കെ ചുരണ്ടുന്ന പോലെ കടിച്ചു പിടിച്ചിരിക്കുന്നു. പാത്തമ്മോ കാണാമെങ്കിൽ ഓടി വരും. അമ്മയോട് പറഞ്ഞിട്ടില്ലേ അമ്മേ, കണ്ണ് നീറും പേപ്പർ നനച്ച് ഇതിന്റെ കട്ടിംഗ് ബോർഡിന്റെ സൈഡിന് വെക്കണം. അപ്പൊ ഉള്ളിയുടെ നീര് കണ്ണിലോട്ട് വരത്തില്ല. അങ്ങനെ ചെയ്യാത്ത എന്താണ്? ഉള്ളി കണ്ടില്ല. ഭയങ്കര ശ്രദ്ധയായിരുന്നു കാര്യത്തില് പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെതായ രീതിയിലാണ് കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ. സവാള, പച്ചമുളക്, തക്കാളി ഇതിൻ്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. വെളുത്തുള്ളി താണ്ട് ഇങ്ങനെ നെടുകെ കീറിയിട്ട് പൊളിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രണ്ടായിട്ട് വെളുത്തുള്ളി കീറാനായിട്ട് നിൽക്കേണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. അത് കോരി മാറ്റിയിട്ട് അതിനകത്തേക്ക് തന്നെയാണ് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം വാട്ടുന്നത് കേട്ടോ. ഞാനിത് നന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കൊഞ്ച് റോസ്റ്റ് ഞാൻ ചെയ്യുന്ന രീതിയിലുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനകത്ത് വിശദമായിട്ടൊന്നും കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കൊഞ്ച് റോസ്റ്റിനുള്ള സവാളയും തക്കാളിയും എല്ലാം വാട്ടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചീനി പൊളിക്കണം. ചീനി പൊളിച്ചരിയണം. ചീനി പൊളിച്ചരിഞ്ഞ് വേവിക്കണം. അത്രയും സംഭവങ്ങളാണ് ചെയ്യേണ്ടത്. അതാണ്ട് ഞാൻ ചീനി അരിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കൊത്തിയാണ് ഇടുന്നത്. എനിക്കിങ്ങനെ ചീനി അരിയുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ അരിയാനാണ് എനിക്ക് പറ്റുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും നമുക്ക് നമ്മുടെ ചീനി അരിയക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് തേങ്ങ തിരുമണം. അത് കൊഞ്ചിൻ്റെ റോസ്റ്റിനകത്ത് ഞാൻ ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എടുത്തെടുത്ത് കേട്ടോ. കൊഞ്ചിൻ്റെ റോസ്റ്റിനകത്ത് ഒഴിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും കൊഞ്ച് റോസ്റ്റിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർക്കുമെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്. പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം റെസിപ്പി വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്യാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോ സിപ്പപ്പായിരുന്നു. ഇപ്പോഴും സിപ്പപ്പ് ഉണ്ട്. ഇതിപ്പോ വേറെ സിപ്പപ്പിന്റെ വേറെ വെർഷൻ. ഇനി നമുക്ക് മാങ്ങ അച്ചാറിടണം. മാങ്ങ അച്ചാറിടാനായിട്ട് ഞാനാണെങ്കിൽ നേരത്തെ തന്നെ മാങ്ങ അരിഞ്ഞിട്ട് ഒരു മൺചട്ടിക്കകത്ത് ഉപ്പിട്ട് പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഒന്ന് വാടുമല്ലോ. പിന്നെ നമുക്ക് വെള്ളം പോലും എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടുന്ന അതിനകത്തിലോട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും കായവും വറ്റൽമുളകും എല്ലാം കൊണ്ടിട്ട് അതിന് ശേഷം നമ്മുടെ പൊടികൾ ഞാനിങ്ങനെ മസാല ഇങ്ങനെ അച്ചാർ മസാലയൊന്നും വാങ്ങിച്ച് ചേർക്കത്തില്ല. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർക്കുക. അതിനകത്തോട്ട് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ആ വാടിയിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി ഒന്ന് നന്നായിട്ട് വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ടങ്ങ് വേവിക്കാൻ നിൽക്കരുത്. നല്ല സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് ഇല്ല നമുക്ക് മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കാം. അതാണ്ട് നമ്മുടെ ഞാൻ മോര് കാച്ചിയായിരുന്നു കേട്ടോ. ചാറുകറിക്ക് വേണ്ടി മോര് കാച്ചിയായിരുന്നു. പിന്നെ നമ്മുടെ ചീനി വേവിച്ചതും ഇതാണ്ട് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇച്ചിരി ചാറ് വെച്ചിട്ടാണ് എടുത്തത്. ഇപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് പാർത്തമ്മനാണ് കേട്ടോ. അവൻ്റെ കുഞ്ഞു കൈയാണ് ഈ കാണുന്നത്. കണ്ട നമ്മുടെ ചീനി വേവിച്ച്. പിന്നെ നമ്മുടെ ചോറുണ്ട്. ചോറിനകത്തെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ഉച്ചയ്ക്കത്തെ പാവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് മുറ്റം തൂത്ത് വാരണം, വിളക്കൊരുക്കണം, വിളക്ക് വെക്കണം. സന്ധ്യയായല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി. പിന്നെ കുറച്ച് അപ്പുറത്ത് ചപ്പ് ചവറെല്ലാം കൂടെ കൂട്ടിയിട്ടത് തീയിടണം. അത്രയേ ഉള്ളൂ.
ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ, വൈകിട്ടത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് തിരിച്ചു വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. പഴയതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സ്നേഹപൂർവ്വം രേഷ്മ.